ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ആയിട്ടത് എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഈ കുട്ടിയുടെ പ്രായത്തിൻ്റെ പക്വതക്കുറവ്, ജീവിതം എന്താണെന്ന് മനസ്സിലാകാത്തതിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ല, സ്വന്തം ചേച്ചിയെ, സ്വന്തം കൂടപ്പിറപ്പിനെയാണ് അവൾ വഞ്ചിച്ചിട്ട് പോകുന്നത്. അതുപോലെ അപ്പുറമിരിക്കുന്ന അയാളും സ്വന്തം ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് ഭാര്യയുടെ അനിയത്തിയുടെ കൂടെയാണ് അദ്ദേഹം പോകുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതാണോ? ഇതൊന്നും സ്നേഹമല്ല, കാമമാണ്. കാമം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ? ഇന്ന് നീ നിൻ്റെ കൂടപ്പിറപ്പിനെ ചതിച്ചവൾ നാളെ നിന്നെയും മറ്റൊരാൾ വഴി ചതിക്കും. ഇങ്ങനെയൊന്നും പോകുന്നവർക്ക് സമാധാനത്തോടെ ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. ഫുള്ള് പ്രശ്നങ്ങളായിരിക്കും. ഏത് സമയവും അടിയും പിടിയും, സ്വസ്ഥതയും സമാധാനം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവരുടെയും ശാപം പിടിച്ചു പറ്റിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. നീ നിൻ്റെ ചേച്ചിയെ ചതിച്ചു, നിൻ്റെ വീട്ടുകാരെ ചതിച്ചു. അയാളെ സ്നേഹിച്ച അയാളുടെ മക്കളുടെ ഭാവിയൊന്നും നോക്കാതെ രണ്ടുപേരും മറ്റുള്ളവരെ പറ്റിച്ചു കൊണ്ടാണ് ഈ പോകുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല സ്വസ്ഥതയുടെ, സമാധാനത്തോടെ. അയാളുടെ കുഞ്ഞുങ്ങളെ ഓർത്തില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തില്ല, അയാളുടെ ഭാര്യയെ ഓർത്തില്ല. ഇതിൻ്റെയൊക്കെ വേദന മനസ്സിലാണെങ്കിൽ നിങ്ങൾക്കും ഇതേ അവസ്ഥ വരണം. എവിടെ നിന്ന് വരാനല്ലേ? ആത്മാർത്ഥത ഉണ്ടായിട്ട് വേണ്ടേ വരാൻ? സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് അറിയണ്ടേ? എങ്കിലല്ലേ ഇതൊക്കെ അനുഭവിക്കാൻ കഴിയും. എന്ത് തന്നെയായാലും നിങ്ങൾ രണ്ടുപേർക്കും എട്ടിൻ്റെ പണി പുറകെ വരുന്നുണ്ട്. ഒരിക്കലും സ്വസ്ഥതയോടെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. നിങ്ങൾ രണ്ടുപേരും പറ്റിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുക. ചതി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല. അത് കൊടുത്താൽ തിരിച്ച് അതിൻ്റെ പുറകെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.